ക്ഷമിച്ചു പഠിക്കണം. നമ്മളുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. അത് ക്ഷമയുടെ മാസമാണ്. ക്ഷമ പല വിധത്തിലുണ്ട്. വെറും ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും പകല് സമയത്ത് സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെടുന്നതിലും മാറി നിന്നാൽ മാത്രം പോരാ. ശഹ്റു സ്വബിരി ക്ഷമയുടെ മാസമാണ്. ക്ഷമ പരിശീലിക്കാനുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ. വസ്സബ്റു സവാബുൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ്. വശഹ്റുൽ മുവാസാത്ത്, ഈ പരിശുദ്ധ റമദാൻ അത് സഹായത്തിന്റെ മാസമാണ്. നല്ല സഹായങ്ങൾ നൽകണം. പാവപ്പെട്ടവരും അവഗണിക്കണ്ട. ഒന്നുമില്ലെങ്കിൽ ഖൗലുൻ മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാബ്. നല്ല വാക്ക് പറഞ്ഞ് വിട്ടേക്കണം. യാചിക്കാൻ വരുന്നവനെ പരിഹസിച്ചു പോകണ്ട. യാചിക്കാൻ വരുന്നവനെ അവഗണിച്ചു പോകണ്ട. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുകൾ കാണുമ്പോൾ അവന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് മറ്റുള്ളവരെ മുന്നിൽ വെച്ച് അവനെ കുറവാക്കാൻ നോക്കണ്ട. ഓ സുഹൃത്തുക്കളെ, ഒരു പാവപ്പെട്ട മുത്തഅല്ലിം പള്ളിയിലേക്ക് കയറി വന്നു. ആ പാവപ്പെട്ട മുത്തഅല്ലിം ഒരു പക്ഷേ ഒരു സുന്നത്തെടുത്തില്ല, അല്ലെങ്കിൽ ഒരു ചെയ്ത ഒരു തെറ്റ് വന്നുപോയി, അല്ലെങ്കിൽ ഒരു ദുആ നടത്തിയപ്പോൾ അതിൽ തെറ്റ് വന്നുപോയി. അപ്പോഴേക്ക് എന്ത് മുസ്ലിയാരാ നിങ്ങൾ എന്ന് ചോദ്യം ചെയ്യുന്ന അഹങ്കാരിയാകണ്ട. മറിച്ച് ആ പാവപ്പെട്ട മുതഅല്ലിമിന്റെ അടുക്കൽ തെറ്റുവന്നെങ്കിൽ അവനെ സ്വകാര്യം വിളിച്ചിട്ട്, മോനെ അവിടെ ഇങ്ങനെയാ ദുആ വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കുകയല്ലാതെ ഒരു മുതഅല്ലിമിനെ നിസ്സാരപ്പെടുത്തി പോകണ്ട. യാചിക്കാൻ വരുന്നവൻ എത്ര താഴ്ന്നവനായി നിനക്ക് തോന്നിയാലും ഒരു പക്ഷേ നിന്നെക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവനാകാം. നല്ല ചിന്ത വേണം. സഹായിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി സഹായിക്കേണ്ട വിഷയങ്ങൾക്കൊക്കെ സഹായിക്കണം. അതിലേറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് കുടുംബങ്ങളെയാണ്. നീ നന്നായി നല്ല ഭക്ഷണമുണ്ടാക്കി കഴിക്കുകയാണ്. നീ നല്ല നല്ല വസ്ത്രം എത്ര ഉണ്ടായിട്ടും പിന്നെയും പോരാ. നീ പെരുന്നാക്ക് നല്ല നല്ല വസ്ത്രം നിനക്കും കുട്ടികൾക്കും ജോഡിക്കണക്കിന് എടുക്കുകയാണ്. അതേ സമയത്ത് നിന്റെ കുടുംബത്തിൽ വസ്ത്രമെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നവനുണ്ടോ? നല്ല ഭക്ഷണത്തിന് വഴിയില്ലാത്തവനുണ്ടോ? ചിന്തിക്കേണ്ട ബാധ്യതയുണ്ട്. അത്തരം ഒരു വ്യക്തിയാണെങ്കിൽ അതാരോടും പറയാനല്ല, ആരും അറിയാനല്ല. പിന്നീട് ഞാനാണ് അവന്റെ വീട്ടിലേക്ക് റമദാനിൽ അരിയെടുത്തു കൊടുത്തതെന്ന് പിന്നെ പറയാനല്ല, ഞാനാണ് പെരുന്നാളിന് തുണി വാങ്ങിച്ചു കൊടുത്തതെന്ന് പിന്നെ പറയാനല്ല. സ്വർഗത്തിൽ ഭക്ഷണം ലഭിക്കാൻ, പടച്ചവന്റെ മുമ്പിൽ വസ്ത്രം ലഭിക്കാൻ, വേറെ ഒരു ലക്ഷ്യവുമില്ലാതെ നിന്റെ കുടുംബത്തിലെ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് നീ ഒരു ചാക്ക് അരി വാങ്ങിക്കൊടുത്തേക്കൂ. ആ അരി കൊടുത്തേച്ചത് നീയാണെന്ന് ആ വീട്ടുകാരൻ അറിയേണ്ടതില്ല, നിന്റെ കുടുംബക്കാരൻ അറിയേണ്ടതില്ല, അറിയിക്കേണ്ടതുമില്ല. അറിയേണ്ടവൻ ഒരുവനാണ്, അവൻ അല്ലാഹുവാണ്. അവനതറിഞ്ഞിട്ടുണ്ട്. നിനക്ക് ദുന്യാവ് തരേണ്ടവനും തരുന്നവനും അല്ലാഹുവാണ്. ഈ കുടുംബക്കാരനായ പാവപ്പെട്ടവന് നിനക്കൊന്നും തരാൻ കഴിയില്ല. തരാൻ കഴിയുന്ന രാജാവ് അതറിഞ്ഞിട്ടുണ്ട്. നിന്റെ കുടുംബത്തിലെ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് നീ ഒരു ചാക്കരി വാങ്ങി റമദാനിൽ കൊടുത്തേച്ച വിവരം അല്ലാഹു അറിഞ്ഞിട്ടുണ്ട്. വസ്ത്രം കൊടുത്തേച്ചതറിഞ്ഞിട്ടുണ്ട്. മറ്റൊരാൾ അറിയേണ്ടതില്ല. ആ നിലക്കുള്ള സഹായങ്ങൾ ചെയ്യാൻ കഴിയോ? സഹ്റുൽ മുവാസാത്ത്, പരസ്പര സഹായത്തിന്റെ മാസമാണ്.